വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ കുറിച്ചാണ്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ കുറിച്ച് കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന് പറയുമ്പോൾ ചിലർക്കൊരു സംശയമാവും. ഞാൻ വേറൊരു പേരും കൂടി പറയാം, വൈറ്റ്മൻസ് കമ്മീഷൻ. ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, വൈറ്റ്മൻസ് കമ്മീഷൻ, സൈമൺ കമ്മീഷൻ ഒക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ്. അപ്പൊ സൈമൺ കമ്മീഷന്റെ മറ്റ് രണ്ട് പേരുകളാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നും അതുപോലെ തന്നെ വൈറ്റ്മൻസ് കമ്മീഷൻ എന്നും നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇപ്പൊ ക്ലാസ്സിലേക്ക് സൈമൺ കമ്മീഷനിലേക്ക് വരികയാണ്. നമ്മൾ 1919 ഒരു ഭരണപരിഷ്കാരം ഇന്ത്യയിൽ നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ആ ഭരണപരിഷ്കാരത്തിന്റെ പേരെന്താ പഠിച്ചേ? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നോ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നൊക്കെയാണ് അതിനെ പറഞ്ഞത്. അപ്പൊ അതിൽ കൊണ്ടുവന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് PSCയെ നമ്മൾ നിയമിക്കും എന്ന് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട്. അതുപോലെ പ്രവിശ്യകളിൽ ദ്വിഭരണ സംവിധാനം കൊണ്ടുവരുന്നു പറഞ്ഞു. അങ്ങനെ കുറച്ചൊക്കെ ഭരണ പരിഷ്കാരങ്ങളുമായിട്ടാണ് ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വന്നത്. പക്ഷേ അത് ഭംഗിയായിട്ട് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോ അതിന്റെ കുറേയധികം പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി എന്താ പറയാ പ്രയോജനകരമാകുന്ന രീതിയിൽ, കുറച്ചും കൂടി നല്ല രീതിയിൽ കുറച്ച് ഭരണപരിഷ്കാരം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാണ് 1927. ആ കമ്മീഷന്റെ പേരാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈമൺ കമ്മീഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, അല്ലെങ്കിൽ വൈറ്റ്മൻസ് കമ്മീഷൻ. അപ്പൊ എന്തിനാ ഈ കമ്മീഷൻ വന്ന ഇന്ത്യയിൽ, അല്ലെങ്കിൽ എന്തിനാ ഈ കമ്മീഷനെ ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്തേ? ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് നല്ല ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ബ്രിട്ടീഷ് പാർലമെന്റ് സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ അല്ലെങ്കിൽ വൈറ്റ്മാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. കാരണം ഇനി വരുമ്പോൾ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരു എന്താ പറയുന്നത്, രണ്ടും ചേരായിക വരും. അതെങ്ങനെയാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഓർത്തു വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാണ്. അപ്പോയിന്റ് ചെയ്തത് ഇന്ത്യയുടെ സെക്രട്ടറിയാണ്. ഇന്ത്യയുടെ സെക്രട്ടറി അന്ന് ലോർഡ് ബിക്കൻ ഹെഡ് ആയിരുന്നു. അപ്പൊ ലോർഡ് ബിക്കൻ ഹെഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ സെക്രട്ടറി ഇന്ത്യയിൽ ഭരണപരിഷ്കാരങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരാനായിട്ട് സൈമൺ കമ്മീഷനെ 1927 അപ്പോയിന്റ് ചെയ്തു. ആ സമയത്ത് അവിടുത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാൻലി ബാൽഡ്വിൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? സ്റ്റാൻലി ബാൽഡ്വിൻ ആയിരുന്നു. സ്റ്റാൻലി ബാൽഡ്വിൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ലോർഡ് ബിക്കൻ ഹെഡ് നമ്മുടെ ഇന്ത്യൻ സെക്രട്ടറിയുമായിരുന്ന സമയത്താണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ ഇവിടെ ആരുണ്ടാവും? ഒരു വൈസ്രോയി ഉണ്ടാവും അല്ലെ നമ്മുടെ ഇന്ത്യയിലും. ആ വൈസ്രോയി ആരായിരുന്നു ചോദിച്ചാൽ ഇർവിൻ പ്രഭുവാണ്. അപ്പൊ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയണ്ടേ? ഇർവിൻ പ്രഭുവിന്റെ പേരാ പറയണ്ടേ. അപ്പൊ ഈ മൂന്ന് പേരെ ഓർക്കണം. ഒന്ന്, ഈ സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ഒരു സെക്രട്ടറിയാണ്, ഇന്ത്യയുടെ സെക്രട്ടറി. ആരാണ് അദ്ദേഹം? ലോർഡ് ബിർക്കൻ ഹെഡ് ആണ്. ആരാണ്? ലോർഡ് ബിർക്കൻ ഹെഡ് ആണ്. ഇനി സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ആരാണ്? സ്റ്റാൻലി ബാൽഡ്വിൻ ആണ്. സ്റ്റാൻലി ബാൽഡ്വിൻ ആണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോ ആരാണ് വൈസ്രോയി? ഇർവിൻ പ്രഭുവാണ്. അപ്പൊ സൈമൺ കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അദ്ദേഹമായിരിക്കും, സൈമൺ എന്ന് പറയുന്ന ആളായിരിക്കും അതിന്റെ നേതാവ്, അല്ലെങ്കിൽ ലീഡർ, അല്ലെങ്കിൽ അധ്യക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ സർ ജോൺ സൈമൺ അധ്യക്ഷനായ 7 അംഗങ്ങൾ അടങ്ങിയ ഒരു കമ്മീഷനാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്ത്യയുടെ ഭരണപരിഷ്കാരങ്ങൾക്ക്. അപ്പൊ ആദ്യത്തെ ആള് സർ ജോൺ സൈമൺ ആണ്. രണ്ടാമത്തെ ആള് ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഈ ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയുന്ന ആളെ നമുക്ക് നല്ല പരിചയമുണ്ട്. ആരാണ് അദ്ദേഹം? ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദവിയൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ് ആര്? ക്ലെമന്റ് ആറ്റ്ലി അല്ലെ. അപ്പോ സൈമൺ കമ്മീഷനിൽ അംഗമാകുകയും പിന്നീട് ബ്രിട്ടൻ പ്രധാനമന്ത്രി പദവിയിൽ എത്തുകയും ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ക്ലെമന്റ് ആറ്റ്ലിയാണ്. അപ്പൊ സർ ജോൺ സൈമൺ ഉണ്ടായിരുന്നു. സർ ജോൺ സൈമൺ, ക്ലെമന്റ് ആറ്റ്ലി. അടുത്തത് എഡ്വേർഡ് കാഡ്ഗൻ. ആരാണ്? എഡ്വേർഡ് കാഡ്ഗൻ. അപ്പോ ജോൺ സൈമൺ,
ക്ലെമന്റ് ആറ്റ്ലി. നെക്സ്റ്റ് വൺ പറഞ്ഞത് എഡ്വേർഡ് കാഡ്ഗൻ. നെക്സ്റ്റ് വൺ ഡൊണാൾഡ് ഹൊവാർഡ്. അടുത്ത ആളാരാ? ഡൊണാൾഡ് ഹൊവാർഡ്. 7 പേരെയാ നമ്മൾ പറയുന്നത്. ഡൊണാൾഡ് ഹൊവാർഡ്. ജോർജ് ലെയിൻ ഫോക്സ്. അടുത്ത ആള് ജോർജ് ലെയിൻ ഫോക്സ്. നെക്സ്റ്റ് വൺ ഹാരി ലെവി ലോസൺ. ഹാരി ലെവി ലോസൺ. ലാസ്റ്റ് വൺ 7th ആള് വെർനോൺ. എന്താണ്? വെർനോൺ ഹാർസ്റ്റോൺ. വെർനോൺ ഹാർസ്റ്റ് ഷോൺ. വെർനോൺ ഹാർസ്റ്റ് ഷോൺ. ഇത്രയും ആൾക്കാരാണ് സൈമൺ കമ്മീഷനിൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്. ഈ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിൽ ആരെങ്കിലും ഇന്ത്യക്കാരുണ്ടോ? ഇല്ല. എന്തിനു വേണ്ടിയിട്ട് ഇവർ വന്നേക്കണേ? ഇന്ത്യയുടെ ഭരണപരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഈ ഒരു ഭരണപരിഷ്കാരത്തിന് വേണ്ടി വന്നിട്ടുള്ള കമ്മീഷനെ കൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ പറയണ്ടായില്ലേ? അതായത് നമ്മൾ 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് മോശമായതുകൊണ്ടാണ് വീണ്ടും ഒരെണ്ണം വന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട്. ഇന്ത്യക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്മീഷനിൽ നമുക്ക് പുരോഗതി അറിയണമെങ്കിൽ നമ്മൾ ഉണ്ടാവണം. അതിൽ നമുക്ക് എന്താ വേണ്ടതെന്ന്, നമ്മുടെ നല്ല കാര്യങ്ങൾ അറിയണമെങ്കിൽ. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാതെ ഇന്ത്യക്കാരുടെ പുരോഗതി ഇവരെങ്ങനെയാ മനസ്സിലാക്കുക, അളക്കാൻ പറ്റുക? അപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള ആരും തന്നെ അംഗമല്ലാതിരുന്നു എന്നുള്ളത് കൊണ്ട് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചു. അപ്പൊ സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ കാരണം എന്ത് എന്നതും ഒരു ചോദ്യമാണ് PSCയുടെ. ഇന്ത്യക്കാരായിട്ടുള്ള ആരും അതിൽ അംഗങ്ങൾ ആയിരുന്നില്ല എന്നതുകൊണ്ടാണ് അത് ബഹിഷ്കരിക്കാൻ കാരണം എന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ആൾക്കാരെയൊക്കെ ഒന്നൊന്ന് ശ്രദ്ധിച്ചു വെക്കാൻ കേട്ടോ. ഇനി അടുത്തത് അങ്ങനെ 7 പേര് കൂടി ആ സൈമൺ കമ്മീഷൻ 1927 അപ്പോയിന്റ് ചെയ്ത സൈമൺ കമ്മീഷൻ അവിടുന്ന് പോന്നിട്ട് 1928 ഫെബ്രുവരി 3 നമ്മുടെ നാട്ടിലെത്തി. എവിടെ എത്തി? മുംബൈയിലെത്തി കേട്ടോ, ഇന്ത്യയിലെത്തി. 1928 ഫെബ്രുവരി 3 ഇന്ത്യയിലെത്തി. അപ്പൊ ഇന്ത്യക്കാരും അംഗങ്ങളായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ താല്പര്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1927 ഒരു കോൺഗ്രസ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കോൺഫറൻസ് മദ്രാസിൽ നടക്കുകയാണ് MA അൻസാരിയുടെ നേതൃത്വത്തിൽ. 1927 മദ്രാസിൽ MA അൻസാരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തില് സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രമേയം കൊണ്ടുവന്നു. സൈമൺ കമ്മീഷൻ ഇവിടെ വേണ്ട, അതിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരികയാണ്. അപ്പൊ സൈമൺ കമ്മീഷനെതിരെ ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺഫറൻസിലാണ് എന്ത് കൊണ്ടുവന്നത്, പ്രമേയം കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ വർഷം നമുക്ക് കുറച്ചും കൂടിയും ക്ലിയർ ആവും. കാരണം 27 സൈമൺ കമ്മീഷൻ വന്നത്, അപ്പൊ 27 പക്ഷെ അതിന്റെ നേതാവിനെ കുറിച്ചൊന്ന് ഓർത്തു വെക്കുക. അതായത് പ്രസിഡന്റിന്, INCയുടെ പ്രസിഡന്റ് MA അൻസാരി ആയിരുന്നു. അങ്ങനെ മദ്രാസ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പ്രമേയം പാസ്സാക്കിയത് സൈമൺ കമ്മീഷനെതിരെ. എന്നാൽ മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭം നയിച്ചത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ T പ്രകാശ പറയാം. മദ്രാസിൽ T പ്രകാശത്തിന്റെ നേതൃത്വത്തിൽ സൈമൺ കമ്മീഷനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ ആ പ്രക്ഷോഭത്തില് കുറേയധികം ആൾക്കാർ പങ്കെടുത്തു സമരത്തിൽ, സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തില്. അപ്പൊ സമരം വരുമ്പോൾ ബ്രിട്ടീഷുകാര് എന്തു ചെയ്യും? തീർച്ചയായിട്ടും ആ സമരം അടിച്ചമർത്താൻ ശ്രമിക്കും. അങ്ങനെ പോലീസുകാരുടെ മർദ്ദനത്തില് ആ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്ന ലാലാ ലജ്പത് റായി മരണപ്പെടുകയാണ്. അങ്ങനെ സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച ഇന്ത്യയുടെ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലാ ലജ്പത് റായി ആണ്. മരണപ്പെട്ട വർഷം 1928 നവംബർ 17. 1928 നവംബർ 17 അദ്ദേഹം മരണപ്പെടുന്നത്. ആര് മരണപ്പെടുന്നത്? നമ്മുടെ ലാലാ ലജ്പത് റായി മരണപ്പെടുന്നത്. അപ്പോ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായിട്ട് ആരായിരിക്കും ലാത്തി ചാർജ് നടത്തി എന്നും നമ്മളൊന്ന് ഓർത്തു വെക്കണം. ആ ബ്രിട്ടീഷ് ഓഫീസറുടെ പേര് സാൻഡേഴ്സൺ എന്നാണ്. അപ്പൊ സാൻഡേഴ്സൺ ലാത്തി ചാർജ് നടത്തിയിട്ട് അടികൊണ്ടിട്ടാണല്ലോ ലാലാ ലജ്പത് റായി മരണപ്പെട്ടത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവല്ലേ. അത് നോക്കിക്കാൻ ആർക്ക് സാധിച്ചില്ല? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവർക്ക് സാധിച്ചില്ല. ഇവർ 3 പേരും കൂടി, ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ 3 പേരും കൂടി ആരെ വധിച്ചു? സാൻഡേഴ്സനെ വധിക്കുകയാണ്. അപ്പൊ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സൺ എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ച ധീരദേശാഭിമാനികൾ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരാണ് എന്ന് ഓർത്തുവയ്ക്കാം. ഇനി അടുത്തത്, അങ്ങനെ സൈമൺ കമ്മീഷൻ 1928 മുംബൈയിലെത്തിയപ്പോ നമ്മള് എന്താ പറയാ, പല സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. അതില് എന്താ പറയാ, മദ്രാസിലെ T പ്രകാശ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിന്റെ നേതൃത്വ സ്ഥാനത്ത്. അങ്ങനെ മുംബൈയിൽ വന്നപ്പോ മുംബൈയിലാണല്ലോ അവർ വന്നിറങ്ങി വഴിക്ക് തന്നെ നമ്മള് ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവര് സ്വീകരിച്ചത്. എങ്ങനെയാണ് സ്വീകരിച്ചത്? സൈമൺ ഗോ ബാക്ക്. എന്തായിരുന്നു നമ്മള് ഇന്ത്യൻ ജനത 1927
എന്താ പറയാ അപ്പോയിന്റ് ചെയ്ത സൈമൺ കമ്മീഷനെ, അല്ലെങ്കിൽ 28-ൽ ഇന്ത്യയിൽ എത്തിച്ചേർന്ന സൈമൺ കമ്മീഷനെ പ്രതിഷേധിച്ചുകൊണ്ട് ഉയർത്തിയ മുദ്രാവാക്യം ഏതാണ്? സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ യൂസഫ് മെഹ്റലിയാണ്. അപ്പൊ യൂസഫ് മെഹ്റലിയാണ് ഇങ്ങനെ സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന ഈ മുദ്രാവാക്യം കൊണ്ടുവന്നത് എന്നും കൂടി ഓർക്കുക. അപ്പൊ ഇവർ വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇവർ വന്നു, ഭയങ്കരമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി റിപ്പോർട്ടൊക്കെ ആർക്ക് സമർപ്പിച്ചിട്ടുണ്ടാവാം? ബ്രിട്ടീഷ് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ടാവാം. ആ റിപ്പോർട്ടിനെ അസംബന്ധങ്ങളുടെ കൂടാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് വിശേഷിപ്പിച്ചത് ശിവസ്വാമി അയ്യറാണ്. അപ്പൊ സൈമൺ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിനെ അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ശിവസ്വാമി അയ്യർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയില് ഏതിനെ കുറിച്ച് നമുക്ക് പഠിക്കാല്ലേ? സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച്. അപ്പോൾ ഓരോ ദിവസവും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ 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 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു 10 മിനിറ്റിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, ഞാൻ ഇതൊക്കെ പഠിച്ച് എല്ലാം നല്ല റാങ്കൊക്കെ കൈവരിച്ചിരിക്കുന്ന കുട്ടികൾ, കുറേയധികം ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുള്ള കുട്ടികൾ, അവർക്ക് ഇതൊരു എന്തായിട്ട് എടുക്കാം? റിവിഷൻ ആയിട്ട് എടുക്കാം. ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പതുക്കെ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു പോയാൽ അടുത്തത് വരുന്ന പരീക്ഷകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ട് മാറും. അതുകൊണ്ട് ഭംഗിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക, അല്ലാത്തവർ ക്ലാസ് കേട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.